രണ്ട് മൂന്ന് ദിവസമായിട്ട് വളരെ ട്രെൻഡിങ്ങായി നിൽക്കുന്ന ഒരു കാര്യമാണ് ജിയോ കോയിൻ. പോളിഗൺ നെറ്റ്വർക്കുമായിട്ട് ചേർന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് അവർ അവതരിപ്പിച്ചു എന്നുള്ള ന്യൂസ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യം, ഇത് ശരിക്കും കിട്ടിയ ആരെങ്കിലും ഉണ്ടോ, ഇത് നമുക്കിപ്പം റിഡീം ചെയ്യാൻ പറ്റുമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആസ് ഓഫ് നൗ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു റിഡീമബിൾ കോയിനായി മാറിയിട്ടില്ല. ആസ് ഓഫ് നൗ ഇതൊരു ടോക്കണാണ്. അവരുടെ സർവീസസ് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടോക്കണായി ഇത് കിട്ടുന്നു. ഇൻ ഫ്യൂച്ചർ അത് റിഡീമബിളായി മാറിയേക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പോളിഗൺ നെറ്റ്വർക്കുമായിട്ട് ചേർന്നാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. നമുക്കിത് കാണണമെന്നുണ്ടെങ്കിൽ റിസീവ് ചെയ്തോ എന്നറിയാൻ വേണ്ടി അത് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. ജിയോസ്ഫിയർ എന്നാണ് അവരുടെ ബ്രൗസറിൻ്റെ പേര്. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളത് ഞാൻ ഉടനെ കാണിക്കാം. റിസീവ് ചെയ്ത് നമുക്ക് ആദ്യം കാണിക്കാം. 0.62 ജിയോ കോയിൻസ് റിസീവ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ ദിവസവും നമ്മൾ ഈ ബ്രൗസർ ഉപയോഗിക്കുന്നതനുസരിച്ചാണ് കോയിൻസ് നമുക്ക് ക്രെഡിറ്റ് ആവുന്നത്. നമ്മുടെ വാലറ്റ് അഡ്രസ്സ്, അതിലെ ബാലൻസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇൻ ഫ്യൂച്ചർ ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും എന്നും കാണിക്കുന്നുണ്ട്. എനിവേ നമ്മളിത് എങ്ങനെയാണ് ഇത് ഏൺ ചെയ്യാൻ സാധിക്കുന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഇത് പ്ലേ സ്റ്റോറിൽ പോവുക, അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോവുക. അവിടെ ജിയോസ്ഫിയർ എന്ന് സെർച്ച് ചെയ്യുക. ജിയോസ്ഫിയറിൻ്റെ വെബ് ആപ്പ് നമുക്ക് കിട്ടും. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. വലിയതായിട്ടൊന്നുമില്ല, വെറും 75 MB മാത്രമേ ഉള്ളൂ. എനിവേ ബ്രൗസറിനെ കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. ക്രാഷ് അതിഭയങ്കരമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഓട്ടോമാറ്റിക്കലി നമുക്ക് അവരെന്തെങ്കിലും തരുമ്പോൾ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടാകുമല്ലോ, അതായിട്ട് കരുതിയാൽ മതി. ബ്രൗസർ ഈസ് വെരി ആവറേജ്. നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ലൈവായിട്ടുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാളിന് ശേഷം നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതാണ് ജിയോസ്ഫിയറിൻ്റെ ഇൻ്റർഫേസ്. എല്ലാം കാണാം. ആക്സെപ്റ്റ് ചെയ്യുക. ഐ എം റെഡി ടു ബ്രൗസ് എന്നുള്ളത് യൂസ് ചെയ്യാം. സെറ്റ് ആസ് ഡിഫോൾട്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം സെറ്റ് ആസ് ഡിഫോൾട്ട് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ യു ക്യാൻ യൂസ് റിമൈൻഡ് മീ ലേറ്റർ. സെറ്റ് ആസ് ഡിഫോൾട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന കറൻസികൾ കൂടുതൽ കിട്ടാനും സാധ്യതയുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻസ് അലോ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഡോണ്ട് അലോ കൊടുക്കുക. ആദ്യം തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് സൈൻ ഇൻ ടു സ്റ്റാർട്ട് ഏണിംഗ് ജിയോ കോയിൻ നൗ. ഓക്കെ, അതിൽ വളരെ സിമ്പിളാണ്. സ്കിപ്പ് ചെയ്തതിന് ശേഷം മുകളിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഹെഡറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും സൈൻ ഇൻ കൊടുക്കുക. ഇവിടെ ഇഷ്ടമുള്ള ഒരു നിക്ക് നെയിം കൊടുക്കുക. മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഒരു OTP വരും. OTP വന്നതിന് ശേഷം അത് സൈൻ ഇൻ ആവും. വളരെ സിമ്പിൾ പ്രൊസീജിയറേ ഉള്ളൂ. ആഫ്റ്റർ ലോഗിൻ നമ്മുടെ ഇൻ്റർഫേസ് ഇങ്ങനെ നമുക്ക് കാണാം. ലോഗിനായി എങ്ങനെ കൂടുതൽ ഏൺ ചെയ്യാം എന്നുള്ളത് പലർക്കും ഒരു സംശയമായിരിക്കും. അത് വളരെ സിമ്പിളാണ്. നിങ്ങളിവിടെ യൂട്യൂബിൻ്റെ ഐക്കൺ കാണുന്നു, ഫേസ്ബുക്കിൻ്റെ ഐക്കൺ കാണുന്നു, ഫ്ലിപ്കാർട്ട്, ഇൻസ്റ്റാഗ്രാം, ഈവൻ ഇൻസ്റ്റാഗ്രാം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് പകരം ഈ ബ്രൗസറിൽ ലോഗിൻ ചെയ്യുക. അപ്പോൾ കൂടുതൽ നേരം നിങ്ങളിത് ഉപയോഗിക്കും. അങ്ങനെ ഈ കാണുന്ന ഓരോ ഐക്കണിലുള്ളതും നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗിൻ പാസ്വേഡ് യൂസ് ചെയ്ത് ജിയോയുടെ ബ്രൗസറിലൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നേരം നമ്മളിത് ഉപയോഗിക്കുന്നതായി അവർക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ ഇതിനകത്തോടുള്ള ഓരോ ഐക്കണിലുള്ള ലിങ്കുകളും നമ്മൾ ക്ലിക്ക് ചെയ്യുകയും കൂടുതൽ നേരം ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ കറൻസി നമുക്ക് കിട്ടുന്നതാണ്. എനിവേ ഒരിക്കൽ കൂടി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇത് ഒരു റിഡീമബിൾ കറൻസി അല്ല. ഇപ്പം ഇവരുടെ ബ്രൗസർ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ്, അതിൻ്റെ യൂട്ടിലിറ്റി കൂട്ടാൻ വേണ്ടി അവരുപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണിത്. ഇൻ ഫ്യൂച്ചർ ഇത് അവർ ലിസ്റ്റ് ചെയ്തേക്കാം. ലിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പ്രൈസിൽ ഒരുപക്ഷെ നമുക്കിത് വിൽക്കാൻ സാധിച്ചേക്കാം. ഇതൊക്കെ ഒരു ഏകദേശ ധാരണ മാത്രമാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. സോ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.